90-കൾക്ക് ശേഷം ധനമൂലധന ശക്തികൾ ഓരോ രാജ്യങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന്, അവിടുത്തെ വലതുപക്ഷ ഗവൺമെന്റുകളെ അവരോധിക്കുന്നതിന് മതത്തെയും സംസ്കാരത്തെയുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലും അത് വിജയിക്കും എന്ന് തന്നെയാണ് അവർ കരുതിയത്. പക്ഷെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയെ ഒരു മനസ്സോടെ നിലനിൽക്കാൻ എത്ര കാലം പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ ഇന്ന് നാം ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ആസൂത്രണങ്ങളിലൂടെ വർഗീയ ധ്രുവീകരണം പൂർത്തീകരിക്കുന്നതിനും ഹിന്ദുത്വ ശക്തികളുടെ ഏകാധിപത്യത്തെ അടിച്ചേൽപ്പിക്കുന്നതിനുമുള്ള ശ്രമമാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, സ്വാതന്ത്ര്യത്തിന്റെ, ഫെഡറലിസത്തിന്റെ എല്ലാം പുതിയ പുതിയ സംവാദങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭമാണ്. ഇന്ത്യ ഇതേ പ്രകാരത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു സന്ദർഭത്തെ ഒരുക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് വിജയരാഘവന് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും കടമയാണ്. സാംസ്കാരിക പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനാ വിഷയങ്ങളിൽ ഒന്നാണ്. ഒരേ ഒരു ഇന്ത്യ എന്നത് ഇന്ത്യയെ പൂർത്തീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സങ്കല്പമാണ്. അതിനുവേണ്ടി ഒരു മനസ്സോടെ ഒന്നിച്ചിറങ്ങുന്നതിന് മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും തയ്യാറാകണമെന്നും സഖാ വിജയരാഘവനെ വിജയിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു.